ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അമ്പനാട് വിക്രമനെതിരെയുള്ള രണ്ടാമത്തെ വാർത്തയും ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന ദിവസമാണ്. അത് കൂട്ടുകാരൻ പറയുന്ന കേൾക്കുമ്പം രാഹുലിനാണെങ്കിൽ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട്. എന്നിട്ട് രാഹുൽ പറയുന്നുണ്ട്, എല്ലാവർക്കും എൻ്റെ അച്ഛൻ്റെ പതനം കാണാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് അഞ്ചു ചോദിക്കുന്നുണ്ട്, രാഹുലിന് എന്താ ഇത്ര ഗൗരവം എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, നീയാണ് എൻ്റെ അച്ഛൻ്റെ പതനത്തിന് ഏറ്റവും പ്രധാന കാരണം, നീയല്ലേ ക്യാമറമാനായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പം അഞ്ചു പറയുന്നുണ്ട്, അല്ല, അമ്പനാട് വിക്രമൻ നന്നായെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിക്കാൻ പറ്റൂ. അത് നിൻ്റെ ആൻറ്റിയായ ശർമിള ആൻറ്റിയും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയല്ലേ. ഡാഡി നന്നാവുന്നതിന് പകരം കൂടുതൽ അപകടകാരിയായി മാറിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊന്നും താങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ ജീവനെ അത് ആപത്തായി മാറും. അതാണ് എൻ്റെ ഭയമെന്ന് രാഹുൽ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ സമയം അഞ്ചു രാഹുലിനെ സമാധാനിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, നിൻ്റെ ഡാഡി നന്നാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് അവരൊന്നായി മാറുന്നുണ്ട്. അന്നേരം രാഹുൽ ചോദിക്കുന്നുണ്ട്, നിനക്കിതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പം അഞ്ചു പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ അറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നമ്മൾ ലീഗലി ഭാര്യ ഭർത്താക്കന്മാരല്ലേ, നമ്മുടെ ഹണിമൂൺ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് മുന്നേ അറിയാം. അത് കുഴപ്പമില്ലടോ, അതിന് കാരണം ഞാനും കൂടിയല്ലേ. പിന്നീട് പോകുന്ന വഴിക്ക് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊന്ന് കയറണം, ഒരു ടാബ്ലറ്റ് മേടിക്കണം. എന്ത് ടാബ്ലറ്റാണെന്ന് രാഹുൽ ചോദിക്കുമ്പം പറയുന്നുണ്ട്, പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ ടാബ്ലറ്റ് മേടിക്കണമെന്ന് അഞ്ചു പറയുമ്പം നിനക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. അന്നേരം അഞ്ചു പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുള്ള അറിവാണ്, എനിക്ക് അപ്പോഴേ അറിയാം നീ ഒരു ടോക്സിക്കായ ഭർത്താവാണ്, ഞാൻ നിൻ്റെ കൂടെ അല്ലാതെ വേറെ ആരുടെയും പോകില്ലെന്ന് അഞ്ചു പറയുന്നത് കേട്ടിട്ട് രാഹുൽ ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്നാൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയമാണെങ്കിൽ വിക്രമനാണെങ്കിൽ സി എമ്മിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സി എം ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ആ സമയത്ത് ഹരിത പറയുന്നുണ്ട്, എൻ്റെ ഡാഡി ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ശിവയെ വെച്ചേക്കില്ലെന്ന് പറയുമ്പം ശർമിള പറയുന്നുണ്ട്, എൻ്റെ ശിവയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അമ്പനാട് വിക്രമനെതിരെ പട നയിക്കുന്നത് രാജ്കുമാർ ആയിരിക്കില്ല, അമ്പനാട്ട് ശർമിളയായിരിക്കുമെന്ന് പറയുമ്പം ഹരിത പറയുന്നുണ്ട്, എന്നാൽ എല്ലാവരെയും എൻ്റെ ഡാഡി തീർത്തിരിക്കുമെന്ന് പറയുമ്പം അത് കേട്ടിട്ട് രാഹുൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എൻ്റെ ആൻറ്റിയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇടപെടുന്നത് ആൻറ്റി ആയിരിക്കില്ല, അമ്പനാട്ട് രാഹുലായിരിക്കുമെന്ന് പറഞ്ഞ് ഹരിതയോട് തർക്കിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്രൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അഞ്ജുവിൻ്റെ രണ്ട് സുഹൃത്തുക്കളെ കാണുന്നുണ്ട്. അഞ്ജു ഇപ്പോൾ എവിടെയാ താമസിക്കുന്നതെന്ന് നൈസായിട്ട് ചോദിച്ചറിയാൻ നോക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അഞ്ജുവിനെ പറ്റി തിരക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, അഞ്ജുവിന് ഒരു കല്യാണം ആലോചിക്കാനാണ്, പയ്യൻ അമേരിക്കയിലുള്ള ആളാണ്, അഞ്ജുവിൻ്റെ സ്വഭാവത്തെ പറ്റി അറിയാനായിട്ട് ചോദിക്കുന്നതാണെന്ന് പറയും. അഞ്ജു നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്, പരോപകാരിയാണ്. വയനാട്ടിൽ നിന്ന് വന്ന ഒരു വർഷ എന്ന പേരുള്ള ഒരു കുട്ടിയുടെ കാര്യത്തിന് ഇടപെട്ട് ഇപ്പോൾ ആ വീട്ടിലല്ല താമസിക്കുന്നത്, വസുന്ധര ആൻറ്റിയുടെ വീട്ടിലാണ്. NGK മീഡിയയൊക്കെ നടത്തുന്ന ശിവനന്ദയില്ലേ, അവരെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് പറയുമ്പം ശിവനന്ദയെ ഞാനും ഒന്ന് കാണാനിരിക്കുമായിരുന്നു എന്ന് പറയുമ്പം കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ്. വിക്രമിനെതിരെ എനിക്കും ഒരു പരാതി കൊടുക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിവാകുന്നുണ്ട്. ആ സമയത്ത് പ്രിൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുവാണ്, അയാളുടെ ദേഹം മൊത്തം ഒടുവും ചതവുമാണ്. അയാൾ ചിന്തിക്കുന്നുണ്ട്, ശിവയോടും വർഷയോടും ചെയ്ത ദ്രോഹത്തിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പനാട് വിക്രമൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്കെതിരെയുള്ള തെളിവുകളെല്ലാം നിനക്ക് എവിടുന്നാടാ കിട്ടിയത്, പറയടാ എന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ കാല് പിടിച്ച് നോവിക്കുന്നുണ്ട്. അന്നേരം കൈ കൂപ്പിക്കൊണ്ട് പ്രിൻസ് പറയുന്നുണ്ട്, എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ, ഞാനല്ല ഇതിൻ്റെ പിന്നിൽ, ലക്ഷ്മി ആരാണെന്നൊന്നും എനിക്കറിയില്ല, TV-യിൽ വാർത്ത കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഞാനും ഇതെല്ലാം അറിയുന്നതെന്ന് കൈകൂപ്പി പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നേഴ്സ് പുറത്തു പോകുന്ന സമയത്ത് ശിവയ്ക്ക് വാർത്ത കൊടുക്കുന്നത് നീ അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് പ്രിൻസിൻ്റെ കഴുത്തിൽ വിക്രമൻ ഞെരിച്ചു പിടിക്കുന്നുണ്ട്. നിൻ്റെ ജീവൻ ഞാനിപ്പോൾ എടുക്കും, സത്യം തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പം തീർത്ത് കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിൻസിനെ നല്ലതുപോലെ വിക്രമൻ ഉപദ്രവിക്കുന്നുണ്ട്. അതേസമയം വിക്രമൻ പ്രിൻസിനെ ഉപദ്രവിക്കുന്നതെല്ലാം മറ്റൊരാളിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. എന്നാൽ വിക്രമൻ ഇത് കാണുന്നതുമില്ല. ഈ സമയം പാച്ചപ്പൻ വിളിച്ച് വിവേക് എവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വിവേക് പറയുന്നുണ്ട്, ഞാൻ വർഷയെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറയുമ്പം പാച്ചപ്പൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമില്ലേ, അമ്പനാട് വിക്രമൻ്റെ മോൻ്റെ കാമുകിയാണ് വർഷ, അവളുടെ പിന്നാലെ നടക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിവേക് പറയുന്നുണ്ട്, അമ്പനാട് വിക്രമനെതിരെ വാർത്തകൾ നൽകുന്നത് ഒരു രാജ്കുമാറാണ്, ഈ വാർത്തകളെല്ലാം അവരുടെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ്, അത് പുറത്തു കൊണ്ടുവരുന്നത് മിക്കവാറും രാഹുലാണെങ്കിലോ അതിനുവേണ്ടി മാത്രമുള്ള സുഹൃത്ത് മാത്രമായിരിക്കും രാഹുലിന് വർഷ, അതെന്തായാലും വർഷയുടെ വായിൽ നിന്ന് അറിയുന്നത് വരെ ഞാൻ വർഷയുടെ പിന്നാലെ പോകും, അല്ല രാഹുലിൻ്റെ കാമുകിയാണ് വർഷയെങ്കിലും ഞാൻ അതിൽ നിന്ന് പിന്മാറ്റും. ഈ സമയം പാച്ചപ്പൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്, അതൊന്നും നീ തൽക്കാലം അറിയേണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിവേക് വർഷയുടെ അടുക്കലോട്ട് പോകുന്നുണ്ട്. വർഷയെ കണ്ടിട്ട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. വർഷ എന്ന ആളെ കാണുന്നതിന് മുമ്പ് ഗുഡ് മോർണിംഗ് പറഞ്ഞ് നോക്കുമ്പോൾ കാണാം വിവേക്. അപ്പം വർഷ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ ഇയാൾ എൻ്റെ ഹൗസ് ഓണറൊന്നും അല്ല, ഇയാൾ എൻ്റെ ശത്രുവാണ്, ഇയാളുടെ എന്തും പറയാം
വിവേകാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി വർഷയോട് ചോദിക്കുന്നുണ്ട്, രാഹുൽ തൻ്റെ കാമുകനാണോ അതോ ഫ്രണ്ട് മാത്രമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അത് തന്നോട് പറയണമെന്ന് എന്തോ നിർബന്ധമെന്നൊക്കെ വർഷ ഇങ്ങനെ തിരിച്ച് ചോദിക്കുന്നതായിട്ടൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.